നിങ്ങളെപ്പോഴെങ്കിലും തെയ്യം കണ്ടിട്ടുണ്ടോ? ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, വല്ലാത്തൊരു ഓറ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അവിടെ വന്നവരും കണ്ടു നിൽക്കുന്നവരൊക്കെ പീക്ക് ലെവൽ ഗൂസ് ബംസ് അടുപ്പിച്ച പല തെയ്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. You don't just watch തെയ്യം, you experience it. ഞാനുൾപ്പെടെ പല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഒരു ഡ്രീം തന്നെയാണ് തെയ്യം പോയിട്ടൊന്ന് ക്യാപ്ചർ ചെയ്യുക, അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ബീങ് എ ഫോട്ടോഗ്രാഫർ ഹിയർ ഈസൻറ്റ് ഈസി. ഇങ്ങനെ വന്ന് തീയൊക്കെ പറത്തിട്ട് വരാം. ഓരോ ഫോട്ടോഗ്രാഫർമാരും പകർത്തിയ തെയ്യത്തിൻ്റെ ചിത്രം നോക്കിയിരിക്കുമ്പോഴാണ് ആ ഒരു മെസ്സേജ് വന്നത്. എടാ, നാളെ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ തെയ്യം ഉണ്ടായിരുന്നു, കേളനൊക്കെ ഉണ്ട്. നീ വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രെയിൻ കയറിക്കും. അതെ, ഞാൻ ഇത്ര നാൾ കാത്തിരുന്ന ആ ദിവസം ഒടുവിലെത്തി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അടുത്ത കുറ്റിപ്പുറത്ത് നിന്ന് നേരെ കണ്ണൂരിലേക്കുള്ള ട്രെയിൻ പിടിച്ചു. ക്യാമറയും ഗിംബലും എടുത്ത് ഒരു ഓട്ടം പോലെ സ്റ്റേഷനിലേക്ക്. മനസ്സിൽ ഒരു കാര്യം മാത്രം, ഈ തെയ്യം നേരിൽ കാണണം, അനുഭവിക്കണം. ട്രെയിൻ നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ കാത്തിരുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തിരക്ക് കാണില്ല എന്ന് കരുതി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുത്തത് എൻ്റെ തെറ്റായിരുന്നു. പിന്നെ വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകളും ഞാൻ കണ്ണിലൂടെ ഓരോ ഫ്രെയിമായി ആസ്വദിച്ചു. അങ്ങനെ നീണ്ട 3.5 മണിക്കൂറിന് ശേഷം ഞാൻ കണ്ണൂരിലെത്തി. അവിടുന്ന് അടുത്ത ബസ് പിടിച്ച് നേരെ കുളച്ചേരിമുക്കിലോട്ട് പോയി. ഏറെ വൈകാതെ തന്നെ കണ്ണൂരിൽ എൻ്റെ കൂട്ടുകാരൻ രജിത്ത് എൻ്റെ കൂട്ടാനെത്തി. അവിടുന്ന് സമയം ഒട്ടും കളയാതെ ഞങ്ങൾ നേരെ അവൻ്റെ വീട്ടമ്പലത്തിലേക്ക് പോയി. മുളക്കൊടി കേളവത്ത് പുതിയപുരയിൽ ശ്രീ വയനാട്ട് കുലവൻ ദേവസ്ഥാനം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമായി കൈമാറി വരുന്ന സംസ്കാരവും വിശ്വാസവും ചേർന്ന അതുല്യമായ അനുഭവം. ചരിത്രം പറയുന്നത് പോലെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ കഥകളും വീരഗാഥകളും ദൈവിക രൂപം കൊണ്ടാണ് തെയ്യമായി മാറുന്നത്. രാത്രിയുടെ ചെണ്ടമേളവും ഉയരുമ്പോൾ തീയുടെ ചൂടും കുത്തിയിളക്കുന്ന വിളക്കുകളും ഇടയിൽ തെയ്യം അരങ്ങിലേക്ക് വരും. ആ നിമിഷം ചെണ്ടമേളം മുഴങ്ങുമ്പോൾ തീ ചുറ്റും നൃത്തം ചെയ്യുന്ന തെയ്യം. ആകാശത്തോളം ഉയരുന്ന തലക്കെട്ടും ചുവന്ന തീപ്പൊരി നിറഞ്ഞ ആ കാഴ്ചയും കാണാൻ ആയിരങ്ങളെത്തും. അവരിൽ ഒരാളായി നിൽക്കുമ്പോൾ തോന്നും ഇതൊരു കലാപ്രകടനം മാത്രമല്ല, വടക്കൻ കേരളത്തിന്റെ ആത്മാവാണ് തെയ്യം.
കാലങ്ങൾക്ക് മുമ്പ് കാടുകളും മലകളും നിറഞ്ഞ വയനാട്ടിൻ്റെ ഭൂമിയിൽ ഒരു അത്ഭുതം ജനിച്ചു. പുരാണ കഥകൾ പ്രകാരം ലോകത്തെ കാക്കാനും ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും ശിവൻ തൻ്റെ ഉറവിൽ നിന്ന് ഒരു ശക്തനായ ദൈവത്തെ സൃഷ്ടിച്ചത്. ആ ദൈവമാണ് വയനാട്ടുകുലവൻ. കാവലായി ചേകവരുണ്ടോ, ആശയായി നാളമൊന്നുണ്ടോ, കാടും ഈ കരയും കാക്കും വീരനേതോ. ശിവന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം ഭൂമിയിലേക്കെത്തി വയനാട് പ്രദേശത്തെ കാടുകളിൽ താമസിച്ചു. അവിടെ താമസിച്ചിരുന്ന ജനങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് നീതി നടപ്പാക്കുകയും ചെയ്തു. അക്രമവും അനീതിയും കണ്ടാൽ അദ്ദേഹം കഠിനമായി ശിക്ഷിക്കുമെന്നാണ് വിശ്വാസം. വേലിതിൽ മണ്ണുരുകുമ്പോൾ മാരിയായി വിൺതകരുമ്പോൾ. കാലം കഴിഞ്ഞപ്പോൾ വയനാട്ടുകുലവൻ ജനങ്ങളുടെ രക്ഷകനായി മാറി. അദ്ദേഹത്തെ തൊണ്ടച്ചൻ എന്ന പേരിലും ആദരത്തോടെ വിളിച്ചു. മഞ്ഞിതിൽ കാറ്റുറയുമ്പോൾ ചെങ്കനല്ലോർമ്മയാകുമ്പോൾ. പിന്നീട് വടക്കൻ കേരളത്തിലെ കാവുകളും തറവാടുകളിലും തെയ്യരൂപത്തിൽ വയനാട്ടുകുലവനെ ആരാധിക്കാൻ തുടങ്ങി. തെയ്യം അവതരണത്തിൽ അദ്ദേഹം സാധാരണയായി കാഴ്ചയില്ലാത്ത വിയോധികനായ വേട്ടക്കാരനായി കയ്യിൽ വില്ലും അമ്പും പിടിച്ച നിലയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇന്നും തെയ്യക്കാലത്ത് ഭക്തർ വയനാട്ടുകുലവന്റെ മുന്നിലെത്തി അനുഗ്രഹവും സംരക്ഷണവും തേടുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടുകുലവൻ കേരളത്തിന്റെ ജനകീയ വിശ്വാസത്തിൽ ഇന്നും ജീവനോടെ നിലകൊള്ളുന്ന ദൈവമാണ്. ഉത്തര കേരളത്തിന്റെ തെയ്യങ്ങളിൽ ശക്തിയും വീരവും നിറഞ്ഞ ഒരു ദൈവരൂപമാണ് കുടിവീരൻ തെയ്യം. ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ധൈര്യവും നിസ്വാർത്ഥതയും നിറഞ്ഞ ഒരു വീരനായ മനുഷ്യനെയാണ് പിന്നീട് ജനങ്ങൾ ദൈവരൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങിയത്. ഗ്രാമവും നാട്ടുകാരെയും കാത്തു സൂക്ഷിക്കാൻ ജീവൻ പോലും പണയം വെച്ച ഒരു രക്ഷകനായിരുന്നു കുടിവീരൻ. അന്യായത്തിനെതിരെ നിൽക്കുന്ന ധൈര്യവും ദുർബലരെ സംരക്ഷിക്കുന്ന കരുത്തുമാണ് അദ്ദേഹത്തിന്റെ കഥകളിൽ നിറഞ്ഞിരിക്കുന്നത്. കാലം കടന്നുപോയെങ്കിലും ആ വീരകഥ മറന്നില്ല. ജനങ്ങളുടെ വിശ്വാസത്തിൽ ആ മനുഷ്യൻ പിന്നീട് തെയ്യമായി അവതരിച്ച് ഇന്നും ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. ചെണ്ടമേളം മുഴങ്ങുമ്പോൾ അഗ്നിയുടെ ചൂടിലും ചുവന്ന മുഖഭാവത്തിലും ഉഗ്രമായ അലങ്കാരത്തിലും കുടിവീരൻ തെയ്യം അരങ്ങിലേക്കെത്തുന്ന ആ നിമിഷം കാണുന്നവർക്കെല്ലാം രോമാഞ്ചം പടരും. ആക്ച്വലി എൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ടിൽ കേളൻ വന്ന് ചാടുന്നത് കറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടാണ് വന്ന് ചാടുന്നത്. നമുക്ക് റിസ്ക് എലമെൻറ്റ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ലെൻസിൻ്റെ ക്യാമറ നോക്കണം, അതേപോലെ നമ്മളെ തന്നെ നമ്മളൊന്ന് സേഫായി വെക്കണം. അതേപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ അടുത്ത തീക്കനലാണ് ഫുള്ള് തീ കത്തിച്ച് വെച്ചേക്കാണ്. അതിൻ്റെ കനലുകൾ അങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്പാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് വേറൊരു തെയ്യത്തിന് കിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഹീറ്റ് ഇവിടുത്തെ ഹീറ്റ് എല്ലാം കൂടി നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല. നമ്മൾ ബേണായിക്കൊണ്ടിരിക്കുക നമ്മുടെ ബോഡി. ഞാനവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടം. ജനങ്ങൾ ഒഴുകിയെത്തിയ ആ രാത്രി ഏത് നാട്ടിൽ നിന്നോ എന്തിനു വന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം വ്യക്തം, ആ തെയ്യത്തെ കാണാൻ 500-ലധികം ആളുകൾ കൂടിയിരുന്നു. ആരാണയാൾ? എന്തിനു വന്നു? ബാലനായാണ് അവൻ്റെ ജീവിതം തുടങ്ങിയത്.
മുകളിൽ നാഗങ്ങളാലും അഗ്നിയാലും വെന്തു വീണൊരു വീരൻ. രാമതലയിലെ കുന്നേരു എന്ന പ്രദേശത്തെ ഭൂപ്രഭുവായിരുന്ന മേലെടുത്ത ചക്കിയമ്മയുടെ വളർത്തുപുത്രൻ കേളൻ. കാലം കടന്നു പോയപ്പോൾ ശിവൻ ജലം കൊണ്ട് അടിച്ച് ദിവ്യനായ ഒരു പുത്രനെ ജനിപ്പിച്ചു. വേട്ടയുടെ വീരനും ധൈര്യശാലിയുമായ വയനാട്ടുകുലവൻ. ഒരു വേട്ടയ്ക്ക് ശേഷം പൂങ്കുന്നം കാട്ടിൽ എത്തിച്ചേർന്ന കുലവൻ 2 നെഞ്ചുകളിലും നാഗങ്ങളാൽ വെന്ത് കിടക്കുന്ന കേളനെ കണ്ടു. തൻ്റെ വിൽക്കം കൊണ്ട് ആ വീണ ശരീരത്തെ തൊട്ടു. വില്ലിൻ്റെ സ്പർശനത്തിൽ കേളൻ വീണ്ടും ജീവൻ പ്രാപിച്ചു. അപ്പോൾ കുലവൻ പറഞ്ഞു, ഞാൻ കണ്ടതുകൊണ്ട് ഇനി നീ കേളനല്ല, കണ്ടനാർ കേളൻ, അതാണ് നിന്റെ നാമം.